ഇന്നത്തെ പോലെ ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. ഇന്നത്തെ ഗസ്റ്റ് മുത്തശ്ശി കഥ എന്ന സിനിമയിലൂടെയൊക്കെ നമ്മളെയൊക്കെ വളരെ രസിപ്പിച്ച അമ്മ വേഷം ചെയ്ത രാജിനി ചേട്ടനെയാണ്. സ്വാഗതം ചെയ്യാം. നമസ്കാരം. അതെ, ഒരു വർഷം കഴിഞ്ഞിട്ട് വീണ്ടും കാണുന്നു. ആ ഒരു വർഷം അന്ന് നിങ്ങൾ കുറേ കഥകളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, പറഞ്ഞ കാര്യങ്ങളൊക്കെ. വീട്ടിലെ പച്ചക്കറികള്, ബോംബെയിലെ സംഭവങ്ങൾ, അപ്പൊ ഇതൊക്കെ എപ്പോഴും എനിക്ക് ഭയങ്കര ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ അതൊക്കെ തൽക്കാലം ഫ്ലാറ്റിലേക്ക് മാറി. അപ്പൊ ആ കൃഷിയൊക്കെ എന്തായി? ഇപ്പൊ ഞാൻ തൽക്കാലം ബിൽഡിങ്ങിനകത്തുള്ള സ്ഥലത്ത് എന്തെങ്കിലും തക്കാളിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? വെണ്ടയൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ തിരക്ക് പിടിച്ച സമയത്ത് ആളുകൾ കുക്ക് ചെയ്യാനൊന്നും വയ്യ. അപ്പോൾ വല്ലപ്പോഴും കിട്ടുന്ന സമയത്ത് അവരെന്തെങ്കിലും ഉണ്ടാക്കുക. അപ്പോൾ അതിനുള്ളൊരു സഹായം എന്ന നിലയിൽ നമ്മളപ്പോൾ അത് കാരണം ഒരു ചിക്കൻ കറി, സിമ്പിൾ ചിക്കൻ കറി, ഉരുളക്കിഴങ്ങ് ചേർത്തൊരു കറിയാണ്. ചിലർ അത് വറുത്തരച്ചൊക്കെ ഉണ്ടാക്കും. അപ്പോൾ വറുത്തരയ്ക്കുന്നതൊക്കെ ഇച്ചിരിയുടെ ലോങ് സമയമെടുത്ത് തേങ്ങയൊക്കെ നന്നായിട്ട് ചെറിയ ചൂടിൽ വറുത്തിട്ടാണ് ഉണ്ടാക്കുക. ഇതൊക്കെ അറിയാം, എനിക്കറിയാം. ട്രഡീഷണൽ കുക്കിങ്ങിന്റെ ഒരു ഞാനൊക്കെ ഇപ്പൊ മീൻ പൊള്ളിക്കുന്നത് അതുപോലെയാ. കാരണം പണ്ട് അങ്ങനെയല്ല, പച്ചമുളക് ഉള്ളി വാട്ടി പിന്നെ പച്ചമുളക് ഇട്ട് അത് ടൊമാറ്റോ ഇട്ട് അങ്ങനെയല്ലേ. ഇതിപ്പോ ഞാൻ മസാല എല്ലാം ഉള്ളിയും എല്ലാം കൂടെ പ്രഷർ കുക്കറിൽ ഷോർട്ട്. അങ്ങനെ നിങ്ങളുടെ ഒരു ഷോ പ്രത്യേകമാണ്. കാരണം ഇവരൊക്കെ ബോംബെയിലൊക്കെ നിൽക്കുമ്പോൾ ഒതന്റിക്കായിട്ട് 50 പേർക്കൊക്കെ ഫുഡൊക്കെ ഒറ്റയ്ക്ക് ഉണ്ടാക്കി വിളമ്പി കൊടുത്ത ഒരാളാണ്. കാലം ഇപ്പൊ എന്നിട്ട് പറഞ്ഞിട്ടില്ലേ, മീൻ പൊള്ളിച്ചതിന്റെ ഒക്കെ മസാല ഞങ്ങളൊക്കെ ഹോട്ടലിൽ ഇതൊന്നും ഉറപ്പ് പറയണ്ട, ഷെഫുമാരൊക്കെ കണ്ടതിന് ഉടായ്പ പരിപാടി കൊടുക്കണം. അയ്യോ. അപ്പൊ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഇത് കണ്ടായിരുന്നു, പനീർ. അതെ, പനീർ നമുക്ക് വീട്ടിലുണ്ടാക്കാം. ഇത് കാരണം പുറത്തുനിന്ന് കിട്ടുന്ന പനീരൊക്കെ എന്തായാലും അതിനകത്ത്. നിങ്ങളൊക്കെ ഈ വടക്കേ ഇന്ത്യയിലൊക്കെ താമസിച്ചാണ്. അപ്പൊ പനീർ ഒക്കെ കേരളത്തിലേക്ക് വന്നിട്ട് അധിക കാലമായിട്ടില്ല. അപ്പൊ ഈ പനീർ ഇപ്പം കേരള ഭക്ഷണത്തിനകത്ത് അത് വരുന്നില്ല. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതൊക്കെ ഭയങ്കര ഹാർഡായിരിക്കും. അതെ, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. എങ്ങനെയാന്ന് പറഞ്ഞു കൊടുത്തേ പെട്ടെന്ന്. ഞാൻ പറയുന്ന പാല്, 1 ലിറ്റർ പാലെടുത്തു, അതിനകത്തൊരു 2 ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ചു. അപ്പൊ പിരിയാൻ വേണ്ടിട്ട്. അപ്പൊ പിരിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്ത് പിരിഞ്ഞിങ്ങ് വരുന്ന കഴിയുമ്പോൾ ഒരു ഇച്ചിരി കട്ട തൈരും കൂടെ ഇട്ടിട്ട് ഇളക്കിയിട്ട്, ശരിക്കും പറഞ്ഞാൽ ആമസോണിലൊക്കെ കിട്ടും. പിന്നെ പനീർ മേക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ വട്ടത്തിലുള്ളൊരു പാത്രമുണ്ട്. അതിൻ്റെ സൈഡും തുളയൊക്കെ ആയിട്ട് അത് അതിനകത്തേക്ക് ഒഴിച്ചു കഴിഞ്ഞിട്ട് അതിന് മുകളിലും താഴെയും ലൂസാണ്. അപ്പം ഒഴിച്ച് കഴിയുമ്പം മുകളിലുള്ള അടപ്പ് പതുക്കെ പ്രഷർ ചെയ്ത് അങ്ങ് ചെന്ന് പ്രസ് ചെയ്തിട്ട് നല്ല ഒന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ നല്ല ഒന്നാന്തരം പനീർ നമുക്ക് വീട്ടിൽ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള. ഇപ്പോഴത്തെ പാലൊക്കെ കട്ടിയില്ലാത്ത പാലാ. അപ്പൊ അതുകൊണ്ട് കുറച്ച് കൂടുതൽ പാലെടുക്കേണ്ടി വരും. നല്ല കട്ടിയുള്ള ഫുൾ ഫാറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതെപ്പോഴും ഈ വെള്ളം ചേർത്ത പാലല്ല. കാരണം ഇതിനകത്ത് പാലിന്റെ ജലാംശം മൊത്തം 2ആയിട്ട് മാറ്റിയ കട്ടിയുള്ള മലായി പോലെ സാധനത്തിനെ സെറ്റ് ചെയ്ത് പുളിപ്പിച്ചിട്ടാണ് പനീർ ഉണ്ടാകുന്നത്. പണ്ട് തോർത്തിനകത്ത് അല്ലെങ്കിൽ മെസ്ലിൻ ക്ലോത്തിനകത്തൊക്കെ ഇത് വെച്ച് ഇടിച്ച് പിഴിഞ്ഞ് വലിയ, ഞങ്ങളൊക്കെ പഴയ കാലത്തൊക്കെ റെസ്റ്റോറൻറ്റിലൊക്കെ കിച്ചണിലൊക്കെ ഇത് ഉണ്ടാക്കുന്ന വലിയ പാല് വലിയ ചെമ്പിനകത്തിട്ട് ഇതിങ്ങനെ തിളച്ച് മറിയുന്നതിന് മുമ്പ് വിനിഗർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇട്ട് പുളിപ്പിക്കും. എന്നിട്ട് കട്ട തൈരും കൂടെ ടെക്സ്ചർ കറക്റ്റ് ആയിട്ട് വരും. എത്ര വർഷം കേരളത്തിന് വെളിയിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു? 20 വർഷം. എവിടെയൊക്കെ? ബോംബെക്കാരി. ഞാൻ ബോംബെയിലൊക്കെ ഒരുപാട് ആൾക്കാർ ജീവിച്ചവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം ബോംബെയിൽ പോലൊരു വലിയൊരു നഗരത്തിൽ ജീവിച്ച് കുറേ നാൾ കഴിയുമ്പം അവർക്കുണ്ടാകുന്ന കോൺഫിഡൻറ്റ് ലെവൽ, അവർ മീറ്റ് ചെയ്യുന്ന ആൾക്കാർ, അപ്പോൾ അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ വരുമ്പോൾ തന്നെ ആളുകളുടെ സ്വഭാവത്തിലും ഭയങ്കര അത് സത്യമാണോ? ആ ഒരു നഗരം കൊണ്ട് മാറിയതാണോ? അതോ അല്ലാതെ ഇപ്പം നിങ്ങൾ ഇനി ഡൽഹിയിലാണോ, ഇനി കൽക്കട്ട, ഇനി വയനാട്ടിലോ അല്ലെങ്കിൽ മൂന്നാർ കൊണ്ടിട്ടാലും ഇതുപോലെ തന്നെ ആവുമായിരുന്നു? അത് ബോംബെ ആയതുകൊണ്ട് മാറിയതാണോ? ഞാനൊരു ബോൾഡ് മീൻസ് ബിന്ദാസ് ടൈപ്പ് ആളായിരുന്നു. അതായത് ഹൗ ആർ യു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ പറയാൻ പറ്റാത്ത ഒരു വ്യക്തിയായിരുന്നു. ആദ്യം ഞാൻ കല്യാണം കഴിഞ്ഞ് ബോംബെ ചെല്ലുമ്പോൾ ഹൗ ആർ യു എന്ന് ചോദിച്ചാൽ ഞാൻ ഓക്കെ എന്നൊക്കെ അടിച്ചിട്ടുണ്ട്. അതൊക്കെ അന്ന് ആൾക്കാരെ തന്നെ സർപ്രൈസ് ആയിട്ട് എന്നെ നോക്കിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരും ഈ ലോകത്തേക്ക് വന്നിരിക്കുന്നത് ഈ ലാംഗ്വേജ് ഒന്നും പഠിച്ചിട്ടൊന്നും. സത്യം. ആദ്യം അവരൊക്കെ മിസ്റ്റേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. മിസ്റ്റേക്ക് ഉണ്ടാക്കിയപ്പോൾ മറ്റുള്ളവർ, മലയാളത്തിൽ നമ്മൾ എന്തെല്ലാം മിസ്റ്റേക്ക് ഉണ്ടാക്കിയപ്പോൾ മറ്റുള്ളവർ ചിരിച്ചിട്ടുണ്ടാവും ഉറപ്പായിട്ടും. അപ്പൊ പൊടാവില്ല. അതുപോലെ ഞാനും ഒന്നങ്ങ് വിചാരിച്ചു കഴിഞ്ഞാൽ തെറ്റ് പറയാതെ ഒരിക്കലും ഡയറക്റ്റ് പഠിക്കില്ല. ഇത് അതിൻ്റെ ഇടയ്ക്ക് പറയുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ ചിക്കൻ കറിയുടെ ഞാൻ പറഞ്ഞല്ലോ, സിമ്പിളായിട്ട് ആദ്യം ഇച്ചിരി എണ്ണ ഒഴിച്ചു. ഇത് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ അങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ചെറിയ ഉള്ളി ഹോളായിട്ട് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടൊപ്പം തന്നെ സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് വാടി കഴിഞ്ഞതിന് ശേഷം ലേശം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഈ 3 മസാല. എന്നിട്ട് അവസാനം നമ്മൾ ഇച്ചിരി കുരുമുളക് പൊടിയും ഗരം മസാലയും ചേർക്കും. അപ്പോൾ ഇത് ചേർത്തിട്ട് സ്ലോ റോസ്റ്റ് ചെയ്തിട്ട് വെള്ളമൊന്നും ഇല്ലാതെ ഇടുകയാണ്. ഇനി ഇതിനകത്തേക്ക് ചിക്കനും ഈ പൊട്ടറ്റോയും കൂടെ ഒന്ന് വരട്ടിയെടുക്കും.
എടുക്കും. അതിനുശേഷമാണ് നമ്മുടെ തക്കാളി ഇടുക. അപ്പോൾ ഇതിൻ്റെ ഒരു കട്ട് ചെയ്ത ചെറിയ പീസ് ചിക്കൻ ഇടുകയാണ്. ഞാനിപ്പോൾ വീട്ടിൽ വരുവാണെങ്കിൽ എനിക്ക് എന്തുണ്ടാക്കി തരും? പാലപ്പവും മട്ടൺ സ്റ്റൂ. ഒയ്യോ, അപ്പം എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള, അത് ബ്രേക്ക്ഫാസ്റ്റിനായാലും ലഞ്ചിനായാലും ഡിന്നർ കഴിക്കാൻ ഇനി 12 മണിക്ക് വിളിച്ചിട്ട് ഇനി അപ്പവും മുട്ടക്കറിയോ അല്ലെ അപ്പം ഉണ്ടെന്ന് പറഞ്ഞു പാലപ്പം എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ എനിക്ക് ഏറ്റവും. ഞാൻ പൊടി വാങ്ങിച്ചിട്ടൊന്നും അല്ല കേട്ടോ. പിന്നെ ഞാൻ അരി വെള്ളത്തിലിട്ട് കുതിർത്തി അരച്ച് അല്ലെങ്കിൽ പൊടിയാക്കി നല്ല ഒന്നാമതിന് കള്ള അവിടെ കിട്ടുന്നു, അത് അന്വേഷിച്ച് കണ്ടുപിടിച്ച്. അപ്പൊ ആവശ്യമനുസരണമാണ്. നേരത്തെ മീൻ പൊള്ളിച്ച് വേഗത്തിൽ ഉണ്ടാക്കണമെങ്കിൽ മസാല. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇങ്ങനെ പലരും പറയാറുണ്ട് ഞങ്ങൾ വരും കേട്ടോ, വന്നിരിക്കും എന്നൊക്കെ പറയും. പക്ഷെ അങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോഴല്ലോ അത് മറന്നു പോകും. നമ്മുടെ ചിക്കൻ ഇങ്ങനെ നന്നായിട്ട് വരണ്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോഴൊന്നും വെള്ളം ഒഴിക്കില്ല. ചിക്കൻ ഇതിനകത്തിന്റെ ജ്യൂസ് ഇറങ്ങുന്ന വരെ ഇതിനെ വരട്ടിക്കൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞിട്ട് ചിക്കനകത്ത് എന്തായാലും വെള്ളമുണ്ട്. അപ്പോൾ ആ പൊട്ടറ്റോ വേവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തിരി നേരം ഇത് അടച്ചു വെക്കാം. അതിനകത്ത് എൻ്റെ മേലെ അപ്പോൾ ഈ വേറൊരു കുക്കിംഗ് ടെക്നിക്കാണ് പറഞ്ഞത്. ഈ തക്കാളി ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ അത് കുറേ നേരം എടുക്കും മെൽറ്റ് ആവാൻ. പക്ഷേ സ്റ്റീമിലിരുന്ന് കുക്കായിട്ട് ഇളക്കി കഴിഞ്ഞാൽ പെട്ടെന്നാവും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ലേശം തക്കാളി ഇതിൻ്റെ മേലെ മാത്രം ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഇളക്കി കഴിഞ്ഞാൽ പിന്നെ സമയം എടുക്കും. അപ്പോൾ ഇതിങ്ങനെ ഇത്രയും തക്കാളി ഇവിടെ ഇട്ടു, ജസ്റ്റ് ഇതിരുന്ന് കുക്കായിക്കോട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പാലും വെള്ളമൊക്കെ ഒഴിച്ച് ചിക്കൻ കറി വേഗത്തിൽ റെഡിയാവും. ജനിച്ച് വളർന്നൊക്കെ പഠിച്ചതൊക്കെ എവിടെയായിരുന്നു? തൊടുപുഴ. അതാണ് പറഞ്ഞ തൊടുപുഴയിൽ നിന്ന് കല്യാണം കഴിപ്പിച്ച് നേരെ അവിടെ ബോംബെ പോയി. എന്നിട്ട് പിന്നെ മാറിയ മാറ്റം നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞു. ഇതാണ് ഒരു പെൺകുട്ടി, ഒരു യങ്സ്റ്റേഴ്സ് ആയിട്ട് ഒരു പെൺകുട്ടി എടുത്ത് അവരൊരു 10ാം ക്ലാസ് അല്ലെ ടീനേജ് കഴിഞ്ഞിട്ട് വരികയാണ്. അവരത് കഴിഞ്ഞ് പഠനം കഴിയും. അവർ ചിലപ്പോൾ ഒരു പ്രൊഫഷണൽ ലൈഫിലേക്ക് പോകും. അതിനുശേഷം അവരൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ലൈഫ് കല്യാണം കഴിക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യമാണ്. അവർക്ക് കൊടുക്കേണ്ട മെസ്സേജ് എന്താണ്? അപ്പോൾ നമുക്ക് ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും. അതിനോടൊപ്പം തന്നെ നമ്മുടെ ലൈഫും നമ്മൾ എൻജോയ് ചെയ്യാനായിട്ട് നോക്കണം. അതിനെ ബാലൻസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ നമ്മുടെ ലൈഫിനും കൂടെ ഇമ്പോർട്ടൻസ്. അതെ, ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബോംബെ പോയി കഴിഞ്ഞിട്ട് ഞാൻ ബാഡ്മിൻ്റന് പോകുമായിരുന്നു, സ്വിമ്മിങ്ങിന് പോകുമായിരുന്നു, എക്സസൈസിന് പോകുമായിരുന്നു. ഞാൻ എപ്പോഴും കണ്ടിന്യൂ ചെയ്യണം ഇതൊക്കെ. ഇപ്പം ഞാനൊരു 4:50 ആകുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും. വൈകുന്നേരം വെളുപ്പിന് 4:50 ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും. 5 മണിക്ക് ഞാൻ ഹെൽത്ത് ക്ലബ്ബിലെത്തും. 1 hour ഐ ഡു മൈ എക്സസൈസ്. അതിനിടയ്ക്ക് എനിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, 1-2 ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞു, അതിനുള്ള റെസ്റ്റ് കഴിഞ്ഞു ഞാൻ ഹെൽത്ത് ക്ലബ്ബിൽ പോകാൻ തുടങ്ങി. ഞാൻ 1 മണിക്കൂർ 1.25 മണിക്കൂർ ഞാൻ അവിടെ വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ അതിനകത്ത് എന്നാന്ന് വെച്ചാൽ നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. പിന്നെ നമ്മളുടെ പോസ്ചറിന് ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. അത് നമുക്കൊരു കോൺഫിഡൻസ് ലെവൽ കൂട്ടും. നമ്മുടെ ചിക്കൻ്റെ ഏകദേശ സമയം ആ സ്റ്റീമിനകത്ത് നേരത്തെ പറഞ്ഞില്ല, തക്കാളി ഇപ്പോൾ സ്റ്റീമിനകത്ത് കുറച്ച് ഇതുണ്ടാവും. ഇനി ഇതിനെ വെള്ളം ഇറങ്ങി ഇതിനകത്ത് ഒരു തുള്ളി വെള്ളം നമ്മൾ ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പോൾ ഇത് ഇനി ആ തക്കാളിയും കൂടെ വെള്ളമാവും. അത് കഴിഞ്ഞിട്ട് ഇതിനെ കുറുക്കി ഇനി ഇതിനകത്ത് കുറച്ച് നല്ല ഫ്രഷ് കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഏറ്റവും ഇഷ്ടം സീ ഫുഡാണ് അല്ലേ? അതെ. സീ ഫുഡിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം വരുന്നത്? ചെമ്മീനാണോ മീനാണോ? ചെമ്മീൻ ഇഷ്ടമാണ്, മീനാണ്, കളാഞ്ചിയോ കരിമീന്. ഞങ്ങൾ അങ്ങനെ വലിയ ബിഗ് ഈറ്റേഴ്സ് ഒന്നുമല്ല. ഒരു കഷ്ണം ഉണ്ടെങ്കിൽ ധാരാളം മതി. ഡയറ്റിംഗ് ഉണ്ടോ? അല്ല, ഞാൻ എപ്പോഴും എല്ലാവരും പറയാറുള്ളൊരു കാര്യം അറിയാം, ജീവിക്കാൻ വേണ്ടി തിന്നുക, തിന്നാൻ വേണ്ടി ജീവിക്കാതിരിക്കുക എന്നാ പറയുക. അയ്യോ, പിന്നെ എപ്പോഴും നമ്മുടെ വയറ് ഇച്ചിരിയെങ്കിലും ഇച്ചിരി കൂടെ കിട്ടിയിരുന്നെങ്കിൽ. അത് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്. നമ്മുടെ മലയാളികളെ കുറിച്ച് പൊതുവെ പറയുന്നത് അത് നമ്മുടെ കുറ്റമല്ല, നമ്മുടെ ഭക്ഷണത്തിൻ്റെ സ്വാദ് അത്രമാത്രമാണ്. വേറൊരു സ്ഥലത്തില്ലാത്ത മാത്രം ഈ സ്പൈസസ്, ഇതേപോലെ ഏലക്കയും ഗ്രാമ്പും അതുപോലെ കുരുമുളകും എല്ലാം കൂടെ വരുമ്പോൾ രുചി. അതുപോലെ മീൻകറി. അപ്പോൾ ഒരു പിടി ചോറ് കഴിച്ച് നമ്മുടെ വയറ് നിറഞ്ഞാൽ പോലും ഒരു ഇത്തിരി ചാറ് ബാക്കിയുണ്ടെങ്കിൽ വീണ്ടും അരത്തവി ചോറൂടെ തിന്നാനുള്ള കൊതി വരുവാണ്. അപ്പോൾ ഇവരൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ഓൾറെഡി നിറയുന്നതിന് തൊട്ട് മുമ്പ് നിർത്തുക എന്നാണ്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഡിസിപ്ലിൻ. നമ്മളെ മമ്മൂക്കയെ കുറിച്ചൊക്കെ പറയാറുണ്ട്. അദ്ദേഹത്തിനൊക്കെ ആ ഡിസിപ്ലിൻ കൊണ്ടാണ് വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട. അപ്പോൾ എല്ലാ കാര്യങ്ങളും കഴിക്കാം ആവശ്യത്തിന്, അളവിന്. അത് ഓരോ ആൾക്കാരുടെ ശരീരത്തിൽ. നമുക്ക് തന്നെ തിന്ന് മടുത്തുപോയി പറയുന്നതിനേക്കാളും നല്ല ഫുഡായിരുന്നു ഇത് പറയണമെങ്കിൽ ആ ഒരു ഡിഫറൻസ് നമ്മൾ ഓർത്താൽ മതി. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം, നമ്മൾ ഈ ഷെഫൊക്കെ ആയിട്ട് ഞാനിപ്പോൾ യൂറോപ്പിലൊക്കെ പോയി കഴിഞ്ഞപ്പോഴാണ് ഞാനത് തിരിച്ചറിയുന്നത്. അത് ഫ്രഞ്ച് ക്യൂസിനാണ് അതിൻ്റെ ഏറ്റവും. ഈ ഫ്രഞ്ചുകാരാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്. കൃത്യമായിട്ട് ഇത്ര ഗ്രാം സ്റ്റാർട്ടർ, ഇത്ര മെയിൻ കോഴ്സ്, ഇത്ര അമ്യൂസ് ബിഷ്, ഇത്ര ഡെസേർട്ട്. അപ്പോൾ അവരുടെ ഒരു മീൽ ഇതെല്ലാം വേണം. അല്ല നമുക്കൊരു ബിരിയാണിയും കോഴി പൊരിച്ചും കൂടെ വയറ് നിറച്ച് കഴിക്കാന്നല്ല. അവരൊരു സൂപ്പായിരിക്കും ഫസ്റ്റ് കഴിക്കുക, ഒരു ചെറിയൊരു സാലഡ് കഴിക്കും, അത് കഴിഞ്ഞ് സ്റ്റാർട്ടർ 40
ഗ്രാമേ പാടുള്ളൂ. മെയിൻ കോഴ്സ് 180 ഗ്രാം. അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു അക്കോമ്പനിമെൻറ്റ് 2 വെജിറ്റബിൾ ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രെഡ് ഉണ്ടാവും. അത് കഴിഞ്ഞൊരു ഡെസേർട്ട് കൂടെ കംപ്ലീറ്റ് ഒരു 3 കോഴ്സ്. ഒരു നോർമൽ വീട്ടിൽ പോയാലും ഒരു 3 കോഴ്സ് മീലായിട്ടാണ് കഴിക്കുക. നമ്മുടെ വീട്ടിൽ ചോറ്, മീൻകറി, അവിയൽ, ഇങ്ങനെ അതേപോലെ എല്ലാം ഡയറക്റ്റ് മെയിൻ കോഴ്സ് ആയിട്ടാണ് കഴിക്കുക. അപ്പോൾ അവർ മീലിനെ ബ്രേക്ക് ചെയ്ത് കറക്റ്റ് ഇഷ്ടം പോലെ സമയം എടുക്കും. അപ്പോൾ ഇത് 3 കോഴ്സ് കഴിച്ചാലും ഒരു മലയാളിക്ക് ആ 3 കോഴ്സ് കൊടുത്താൽ പറയും എൻ്റെ വയറ് നിറഞ്ഞില്ല, വെളിയിൽ പോയി 2 പൊറോട്ടയും ബീഫൂടെ കഴിക്കണം എന്ന് പറയും. ഈ രുചിയുള്ള ഭക്ഷണത്തിൽ ആ ഡിസിപ്ലിനൂടെ കൊണ്ടുവന്ന ജീവിതശൈലി രോഗം കൊണ്ടൊന്നും ആളുകളൊന്നും ഇത്ര മാത്രം ബുദ്ധിമുട്ടേണ്ടി വരില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സത്യമല്ലേ? അത് നിങ്ങളുടെ ഏതൊരു എക്സാമ്പിൾ ഉള്ള ഒരാളെ കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഇനി നമുക്ക് ഇത്തിരി വെള്ളമോടെ ഒഴിച്ച് കുക്കാക്കിയിട്ട്, ഓൾറെഡി ആ ചിക്കൻ നല്ലപോലെ എണ്ണയ്ക്കകത്ത് ആദ്യം തന്നെ ഇങ്ങനെ വയറ്റ് അതിനകത്ത് അത്യാവശ്യം കുക്കായിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഇതിനോടൊപ്പം ഒന്ന് വേവാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ച് തിളയ്ക്കുമ്പോഴത്തേക്ക് പാലൊഴിച്ചാൽ കറി റെഡിയാവും. ഇത് നമ്മുടെ ചിക്കൻ കറി അങ്ങനെ ഏകദേശം റെഡിയായി, അതിൻ്റെ ഫൈനൽ സ്റ്റേജാണ്. ഇനി ഇതിനകത്ത് ചിക്കൻ കുക്കായി എന്ന് നമ്മൾ നോക്കുക, അല്ലെ പൊട്ടറ്റോ കുക്കായി കഴിഞ്ഞാൽ ചിക്കനും കുക്കായി ഉണ്ടാവും. ലേശം തലപ്പാൽ, തേങ്ങാപ്പാലിന് നമ്മൾ 1-ാം പാൽ പിഴിഞ്ഞെടുക്കുന്നതിന് ചില സ്ഥലങ്ങളിൽ തലപ്പാൽ എന്നാണ് പറയുക, അല്ലാത്തടത്ത് 1-ാം പാൽ, ആദ്യത്തെ പാൽ. ഇംഗ്ലീഷിൽ ഫസ്റ്റ് എക്സ്ട്രാക്ട് ഓഫ് കോക്കനട്ട് മിൽക്ക് എന്നാണ് പറയുക, അതാണ് തലപ്പാൽ. അപ്പോൾ തലപ്പാൽ ഇത്തിരി ഒഴിക്കും. അതിനുശേഷം ഇതൊരു ഓപ്ഷണലാണ്. കുറച്ച് വെളിച്ചെണ്ണയ്ക്കകത്ത് ചെമന്നുള്ളിയും കടുകും വത്തൽമുളകും കറിവേപ്പിലയും കൂടെ താളിച്ചൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ കറി ഉഷാറായിട്ട് മാറും. ഇതുണ്ട്, അത് എപ്പോഴും ആ ഒരു സ്റ്റീമിനകത്ത് ഇപ്പോൾ ഇത് വരും. ആ ചിക്കൻ കൃത്യമായിട്ട് കുറുകി വേന്തുകൊണ്ടിരിക്കുന്നത്. ഇത് അധികം ചാറ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഗ്രേവി കൂട്ടി ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇതൊരു സെമി ഗ്രേവിയിൽ ഉള്ള റൊട്ടി ചപ്പാത്തിക്കും ചോറിൻ്റെ കൂടെ ഒരു സൈഡിൽ ഈ ചിക്കൻ കറി ഉരുളക്കിഴങ്ങ് കയറുന്ന കഴിക്കുന്നത് ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൊട്ടറ്റോ ഇഷ്ടപ്പെടുന്നവർക്ക് ആ ചിക്കൻ്റെ കൂടെ മട്ടൻ്റെ കൂടെ അപ്പോൾ ചില ആൾക്കാർ പറയും ഈ പൊലിപ്പിക്കാനെന്ന് പറയും. അതായത് ഈ ഇറച്ചി പണ്ട് കാലത്ത് ഈ പൊട്ടറ്റോ ഇടുന്നത് ഒരു കോഴി, അതെന്ന് പറഞ്ഞാൽ ഈ ബോയിലർ ചിക്കനൊക്കെ ഉള്ള ഇതിനെക്കാട്ട് മുമ്പ് ഒരു കോഴി ഒരു വീട്ടിൽ കിട്ടും. 8 പേർ കൂടെ ഒരു കഷ്ണം പോലും ഇല്ല. അപ്പോൾ അവർക്ക് അതിനെ ഫില്ല് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് 2 ഉരുളക്കിഴങ്ങ് കൂടെ അരിഞ്ഞിടും. അങ്ങനെയായിരുന്നു ഈ കറിയൊക്കെ തുടങ്ങിയത്. ഇപ്പം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, എന്നാൽ പോലും പക്ഷേ ഈ പൊട്ടറ്റോ ഇട്ട ആളുകൾ ഇതുണ്ടാക്കും. വ്യത്യാസമുണ്ട്. ബോംബെയിൽ കല്യാണം കഴിച്ചിട്ട് പോയി, ഹസ്ബൻഡിന് ഏറ്റവും ആദ്യമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് ഇംപ്രസ് ചെയ്ത് എന്തായിരുന്നു? നമ്മളൊക്കെ ഇവിടെ കോഴിയെ വീട്ടിൽ കൊന്ന് ഈ പറഞ്ഞ പോലെ പപ്പ് പറിച്ച് അങ്ങനെയാ ഞാൻ കണ്ടിരിക്കുന്നത് വീട്ടില്. ഇതുപോലെ ഉണ്ണാൻ ആൾക്കാരെ വിളിച്ച സമയത്ത് പിന്നെ അവിടെ കിട്ടും അന്നേരക്ക് പ്രിപ്പയർ ചെയ്ത ഓൾറെഡി പ്രിപ്പയർ ആ ടൈം 1970 നമ്മുടെയൊക്കെ ഞാനൊക്കെ 78-ന് ശേഷം ജനിച്ചതാണ്. അന്നേരവും നമ്മുടെ അവിടെ ഞാനൊക്കെ ഈ ചിക്കൻ കണ്ടത് ബോയിലറൊക്കെ ഹോട്ടലിൽ ജോലി ചെയ്യാൻ പോയ സമയത്തൊക്കെയാണ്. അതുവരെ നമ്മുടെയൊക്കെ സ്റ്റോറേജിൽ നിന്ന് അത് കിട്ടും. ഞാൻ നിർബന്ധം എനിക്ക് ജീവനുള്ള കോഴി തന്നെ വേണം. ജാനുജൻ എവിടെയോ പോയി കോഴിയെ കൊണ്ടുവന്ന് ഞാൻ ബാത്റൂമിലിട്ട് കൊന്ന് അതിനെ പപ്പ് പറിച്ച് ആണ് ചിക്കൻ കറി വെച്ചത്. അന്ന് ഈ പറഞ്ഞ മാതിരി 10-14 ജാനുജന്റെ ബാച്ചിലർ ഫ്രണ്ട്സിനെ ഉണ്ണാൻ വിളിച്ചത്. കല്യാണം കഴിഞ്ഞ് നമുക്ക് ചെല്ലുമ്പോൾ ഇഷ്ടം പോലെ പാത്രങ്ങളൊന്നുമില്ലല്ലോ. അപ്പൊ ഒരെണ്ണം ചെമ്പിനകത്താണെങ്കിൽ അതിന്റെ അടപ്പില വേറൊരു കറി വയ്ക്കുന്നത്. ആദ്യം കൊടുത്ത ചിക്കൻ കറിയാണോ? ചിക്കൻ അല്ല, കുറേ ഉണ്ടാവും. ആദ്യം കല്യാണം കഴിഞ്ഞാലും നമുക്കാണെങ്കിലും മാപ്പിളനെ പേടിയാ. അതെ, അന്നൊക്കെ എങ്ങനെ തൃപ്തിപ്പെടുത്തണം എന്നുള്ളതല്ലേ. ഇപ്പോഴാണെങ്കിൽ ഞാൻ പറയും അവിടെ പോയിരിക്കാൻ പറയും. അത് കുറച്ച് ദിവസം കഴിയുമ്പോ പിന്നെ ചോദിക്കണ്ടാവുമല്ലോ. അപ്പൊ ചിക്കൻ റോസ്റ്റ്, മീൻ പറ്റിച്ചത്, മീൻ പൊള്ളിച്ചത്, മീൻ വറുത്തത്, കട്ട്ലറ്റ്, മൂടി കാച്ചിയത്, അയ്യോ ഇതൊക്കെ അവിടെ ഉണ്ടാക്കി അന്നത്തെ ദിവസം. അങ്ങനെ ചിക്കൻ കറി ഫിനിഷായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം തന്നെ ഒരു പാനിനകത്ത് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളി, അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള എല്ലാം കൂടെ മിക്സായിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ട് അത് സ്ലോ റോസ്റ്റ് ചെയ്തു. അതിലേക്ക് ചിക്കനും കട്ട് ചെയ്ത പൊട്ടറ്റോയും കൂടി ഇട്ടു. അതിനെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം തക്കാളി ഇട്ടു. തക്കാളി ഇട്ടതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിച്ചു. അതിനുശേഷം 1-ാം പാലൊഴിച്ചു. അതിലേക്ക് ലേശം കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ഇതേപോലെ ഒരു വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ചുവന്നുള്ളിയും വത്തൽമുളകും കറിവേപ്പിലിട്ട് താളിക്കുക. ലേശം എടുത്ത് ഇതിൻ്റെ ഒരു ചാറൂടെ എടുത്ത് ഒന്ന് പുരട്ടി കഴിഞ്ഞാൽ ഇത് 20 മിനിറ്റ്സ് ഇരുന്ന് കഴിഞ്ഞാൽ നല്ലപോലെ ആ ചാറ് കയറി കുറുകിയായിട്ട് വരും. ഇതിപ്പം കൂടെ അടപ്പേന്ന് എടുത്ത് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ടെക്സ്ചർ. ഇത് ഒരു 10-15 മിനിറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ ലാസ്റ്റ് ഒഴിച്ചതിനെ ഇരുത്തി ആ കറിനെ കുറുക്കി അതിനൊരു ബാലൻസ്, ആ സ്പൈസിനെയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് തേങ്ങാപ്പാലിൻ്റെ ഒരു ചെറിയ മധുരം വരും. അതിനെ ബാലൻസ് ചെയ്യാനായിട്ട് ബ്ലാക്ക് പെപ്പർ ഇട്ടിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും
നമുക്കത് ഉണ്ടാക്കാനുള്ള ഒരു സന്തോഷവും അത് കൊടുക്കാനുള്ള ഒരു ഇതും എന്ന് പറയുന്നത് സ്നേഹം എന്ന് പറഞ്ഞ ഒരു മസാലയും കൂടെ അതിനകത്തുണ്ടെങ്കിൽ എല്ലാ കറിയും റെഡിയാവുള്ളൂ. ഞാൻ ഓർക്കുന്നത് തൊടുപുഴ എൻ്റെ വീട് ഒരു NES ബ്ലോക്ക് എന്ന് പറഞ്ഞൊരു ബ്ലോക്കിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ അവിടെ ഗ്രാമസേവികമാരുണ്ട്. അവർ ഉച്ചയാകുമ്പം അമ്മച്ചി ഇതുപോലെ കുറച്ച് ഫോർവേഡും ഭയങ്കര ജോളി ഗുഡ് ഫെല്ല. അപ്പോൾ പുള്ളിയുടെ അടുത്ത് വന്നിരുന്നിട്ടാണ് ആഹാരം കഴിക്കണേ. അപ്പോൾ പലരും രാവിലെ എണീറ്റ് വരുമ്പോൾ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ ഇച്ചിരി നാരങ്ങ അച്ചാറും കൊണ്ടായിരിക്കും വരിക. പക്ഷെ അമ്മച്ചി അത് ആ നാരങ്ങ അച്ചാറിനകത്തേക്ക് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞിട്ട് ഇച്ചിരി കാന്താരി മുളക് ചതച്ചിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് അത് അവരുടെ മുമ്പിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ്. അതായത് ആ ഒരു അമ്മ കൊടുക്കുന്ന ഒരു സ്നേഹം പോലത്തെ ഒരു കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആർക്കാണെങ്കിലും ഫുഡ് കൊടുക്കുമ്പോൾ നമ്മളുടെ ഇഷ്ടത്തോടു കൂടി ചെയ്താൽ ഏത് ഫുഡിനും രുചി ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 100% ഒരു ഷെഫ് എന്ന നിലയിൽ ഭക്ഷണം ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ അടുക്കളയിൽ നിൽക്കുകയാണ്. എപ്പോഴും നമ്മൾ പുതുതായിട്ട് ഈ പഠിക്കാനൊക്കെ വരുന്ന കുട്ടികളുടെ പറയുന്നതാണ്, നിങ്ങളൊരാൾക്കൊരു ഭക്ഷണം ഉണ്ടാക്കുമ്പം എൻ്റെ നമ്മുടെ ഹൃദയം അങ്ങിട്ടേക്കുക, അത്രയും മാത്രമേ ഉള്ളൂ. അത് ആരായിക്കോട്ടെ, അതിപ്പം വീട്ടുകാർക്കാണോ അല്ലെങ്കിൽ പണം കൊടുത്താണോ അല്ലെങ്കിൽ കല്യാണത്തിനാണോ അല്ലെങ്കിൽ ഒരു ചാരിറ്റിയാണ്, ഇനി അമ്പലത്തിലെ പ്രസാദമാണ്, ഇതെല്ലാം ഭക്ഷണമാണ്. നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്ക് അത് കഴിക്കുമ്പോൾ ഒരു വാവ്, അല്ലെങ്കിൽ അവർക്കത് ഇഷ്ടപ്പെടണം. അതിനകത്ത് നിങ്ങൾക്ക് ചിലപ്പം രുചിയെക്കാട്ടിലുപരി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ നമ്മൾ അയാൾക്ക് വേണ്ടിയിട്ട് എടുത്ത ഒരു ശ്രദ്ധ, അല്ലെങ്കിൽ ഇതുണ്ടാക്കാന്ന് പറഞ്ഞ് മനസ്സ് മടിച്ച് പോട്ടായെന്നും പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഇടുന്നതിനല്ലാതെ പ്രസന്റ് ചെയ്യുന്ന രീതി ഒരു പാത്രത്തിൽ വെക്കുമ്പോൾ എന്തായാലും ഇത് കഴിക്കാനുള്ള അല്ലേ എന്ന് പറഞ്ഞാൽ അതിലെ ഒഴുകി വെക്കുമ്പോൾ നമുക്ക് ചെല്ലുമ്പോഴേ അയ്യോ ഇതെങ്ങനെയാ കഴിക്കുന്നത്, അതെ എന്ന് തോന്നൽ വരും. അങ്ങനെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പൊ ടേസ്റ്റ് ചെയ്യാനുള്ള സമയമാണ്. ഞാൻ ചില സമയത്ത് ചേച്ചിന്ന് വിളിക്കും, ആന്റിന്ന് വിളിക്കും, അമ്മച്ചിന്ന് വിളിക്കും, എല്ലാം വിളിക്കാം. മുത്തശ്ശിന്ന് വിളിക്കേണ്ട പ്രായമൊന്നും ആയിട്ടില്ല. അതെ അതെ അതെ. എരിവുണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ചപ്പാത്തിയുടെ കൂടെ ഒക്കെ അടിപൊളിയായിരിക്കും. താങ്ക് യു. ഇച്ചിരി മധുരം പോലെ ഉണ്ട്. അതായത് ആ തേങ്ങാപ്പാല്, അതാണ് ആ ലാസ്റ്റ് ഒഴിക്കുന്ന ഒരു പൊടിക്ക് തേങ്ങാപ്പാല് നന്നായിട്ടുണ്ട്. ഞാൻ പാക്ക് ചെയ്ത് കൊണ്ടുപോയാലോ? ഇത് പാക്ക് ചെയ്ത് തരും, മാപ്പിളയ്ക്ക് കൊണ്ടേ കൊടുക്കാം. രാജനേച്ചി, ഈ ഒരു ഷോയുടെ പ്രത്യേകത, ഇതിനകത്ത് നമുക്ക് ഒരു ഗസ്റ്റ് കൂടെ വരും. അപ്പോൾ ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്, കൊച്ചിക്കാരിയാണ്, ആശ ലോറൻസ് ആണ്. അപ്പം കുറേ വീട്ടിലെ മമ്മിയുടെ പഴയ റെസിപ്പികളൊക്കെ ഉണ്ടാക്കി ഫേസ്ബുക്കിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ വരുന്നെന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര എക്സ്പെക്റ്റഡ് ആയിട്ടിരിക്കുകയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. ആശ. ഞാൻ ആശ ലോറൻസ്, എറണാകുളം സിറ്റിയിലാണ് ഞാൻ ജനിച്ചു വളർന്ന് കോളേജ് വരെ പഠിച്ചത്. ടെക്സ്റ്റൈൽ ഡിസൈനറാണ്. ഇന്ന് ഫ്ലവേഴ്സിൽ വന്നിരിക്കുന്നത് ഷെഫ് പിള്ളയെ കാണാൻ വേണ്ടി വന്നത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അമ്മയുടെ വലിയ ആഗ്രഹമായിരുന്നു അമ്മയുടെ റെസിപ്പി പബ്ലിഷ് ചെയ്യുക, ഇങ്ങനെ കുക്കറി ഷോയിൽ പങ്കെടുക്കുക, മത്സരത്തിന് പോവുക എന്നൊക്കെ. അതൊന്നും സാധിച്ചില്ല. അമ്മയുടെ 10th ആനിവേഴ്സറിയുടെ ദിവസങ്ങളാണിത്. ആ ദിവസങ്ങളിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റിയതൊരു നിയോഗമായിട്ട് ഞാൻ എടുക്കുന്നു. ഇവിടെ കൊച്ചിയിലാണ് അല്ലേ? ജനിച്ചു വളർന്നതൊക്കെ ഇവിടെ തന്നെയാണ്. ഇടയ്ക്ക് ഡൽഹിയിലും പിന്നെ കൊച്ചിയിലുമായിട്ട് നിൽക്കുന്ന ആശയുടെ അമ്മയുടെ കുറെ സ്പെഷ്യൽ റെസിപ്പി എപ്പോഴും വാദവരെ പറയും. ഇത് അപ്പൊ അമ്മ എന്തൊക്കെയായിരുന്നു അമ്മ ഉണ്ടാക്കിയത് ഓർമ്മ നിൽക്കുന്നത്? എന്തൊക്കെയായിരുന്നു? അമ്മ തൊട്ട് തുടങ്ങേണ്ടി വരും. അമ്മയുടെ അമ്മ ചെല്ലാൻ എന്ന് പറഞ്ഞ കോസ്റ്റൽ ഏരിയയിലായിരുന്നു. അപ്പോൾ അവിടെ ഫിഷ്, ചെമ്മീൻ കെട്ടൊക്കെ ഉണ്ട് അമ്മയുടെ വീട്ടിൽ. കരിമീനൊക്കെ വളർത്തും. അമ്മ ചെയ്ത കരിമീൻ പൊള്ളിച്ചത് അമ്മ ചെയ്തപ്പോ കിട്ടിയിട്ടില്ല. സാധാരണ അമ്മമാരുടെ ടേസ്റ്റ് ഭയങ്കര എപ്പോഴും മനസ്സിലുണ്ടാവും. പക്ഷെ എനിക്കിപ്പോഴും കരിമീൻ പൊള്ളിച്ചത് അമ്മ ചെയ്തതാണ് കിട്ടിയിരിക്കുന്നത്. ഉള്ളി, പച്ചമുളക്, ഇഞ്ചി അത് ചതച്ചിട്ട് 2ാം പാല് 3ാം പാല് അതൊക്കെ ഇട്ട് മീനിട്ട് മഞ്ഞപ്പൊടി കുറച്ച് ഇടുള്ളൂ. റോസ് കളറായിരിക്കും. ഞാൻ അങ്ങനത്തെ ഒരു കറി എവിടെയും കണ്ടിട്ടില്ല. മഞ്ഞ നിറമല്ല, ചുമന്ന അതൊരു പീച്ച് കളർ എന്നൊക്കെ പറയാം. ആ കളറാണ്. മാങ്ങ ഇടും. എന്നിട്ട് പിന്നെ കുറച്ചുകൂടി പച്ചവെള്ളം ഒഴിച്ച് വേപ്പില ഇട്ടിട്ട് എടുക്കുന്ന കറി. അതേ മോഡലാണോ ഇത്? അല്ലല്ല, ഇത് വാട്ടി പൊള്ളിച്ചതാണ്. ഞാൻ പറഞ്ഞില്ലേ പിക്കിള്. ഇതാണ് കരിമീൻ വാട്ടി പൊള്ളിച്ചത് അല്ലേ?
ഇപ്പൊ സെല്ല് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പൊ? അതോ ഞാൻ വീട്ടിലുണ്ടാക്കി വെക്കുമ്പോ ആരെങ്കിലും വന്നാൽ കൊടുത്തു വിടുമായിരുന്നു. അവരൊക്കെ വിളിച്ചിട്ട് പറയും നല്ലതാന്ന്. പിന്നെ ഉണ്ടാക്കുമ്പോഴും കൊടുക്കും എന്നല്ലാണ്ട് ഞാൻ ഈ ഇടയായിട്ട് 1-2 പേര് ഓർഡറൊക്കെ തന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിലെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിരുന്നല്ലോ നേരിട്ട് പറയണം, ഇതിലെന്തെങ്കിലും ഇംപ്രവൈസ് ചെയ്യാനുണ്ടെങ്കിൽ പറഞ്ഞിരുന്ന നേരിട്ട് അവിടെ ലെമറേഡിയയിൽ കൊണ്ട് തരണമെന്നാണ് ഞാൻ കരുതി. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടുമെന്ന് ഞാൻ കരുതിയതേ ഇല്ല. ഇനി വരാലോ, അവിടെ വരാം. കുറെ നാളായിട്ട് ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ കാണാറുണ്ട് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കി പോസ്റ്റ് ചെയ്ത കഥകളൊക്കെ. അപ്പോൾ ഇതൊരു ബ്രാൻഡായിട്ട് വളർത്തി, അതേപോലെ ഇപ്പം ഈ അമ്മുമ്മയുടെ റെസിപ്പിയൊക്കെ പരമാവധി ഡോക്യുമെന്റ് ആക്കി അതിനെ പ്രൊട്ടക്ട് ചെയ്ത് ഫയൽ പോലെ ഉണ്ടാക്കി ഓർമ്മയിൽ നിന്ന് പലവട്ടം ട്രൈ ചെയ്യുമ്പോൾ ആ ടേസ്റ്റ് കിട്ടിയേക്കാം. അപ്പോൾ ഒരുപാട് സന്തോഷമുള്ള ഒരു എപ്പിസോഡായിരുന്നു. രജനിയും ആശ ലോറൻസിന്റെ കഥകൾ കേട്ടു. അപ്പോൾ അവർ ഈ ഒരു മത്സ്യം അടിപൊളി റെസിപ്പിയാണ്. അതുപോലെ ഈ പിക്കിളിന്റെ ഒരു ബ്രാൻഡ് നന്നായിട്ട് വരട്ടെ. ഗോൾഡ് വിന്നർ പ്രസൻസ് മാഷഫിള്ളയുടെ ഒരു എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. അപ്പോൾ പുതിയൊരു ലക്കത്തിൽ പുതിയൊരു കുറേ ഗസ്റ്റുകളും പുതിയ കഥകളായിട്ട് വരും. താങ്ക് യു സോ മച്ച്.